ഡയലോഗ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡയലോഗ് ചാലഞ്ച് ആണ്. ഇതിൽ നമ്മളാണെങ്കിൽ കുറച്ച് സിനിമാ നടന്മാരുടെ ഡയലോഗ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഡയലോഗ്സ് ആണെങ്കിൽ ഞറക്കെടുക്കുന്ന ആൾക്കാർ ആ ഡയലോഗ് കാണിച്ച് പറയണം. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ചലഞ്ച് ഞാൻ എനിക്കറിയായിരുന്നു. അയ്യോ അപ്പൊ തീർപ്പ് സിനിമയിലെ ഡയലോഗാണ് വന്നിരിക്കുന്നത്. ആദ്യം ഒന്ന് വായിച്ചു നോട്ടെ. പട്ടി നിന്റെ വാപ്പയുടെ പുരയിടം തട്ടിക്കൊണ്ട് പോയെങ്കിൽ അത് അയാളുടെ പിടിപ്പുകേട്, അയാൾ വെടിവെച്ച് ചത്തെങ്കിൽ അയാളുടെ ഇത് ഞാൻ ഒരു തന്നെ നോക്കി പറയാൻ പോവാ. പട്ടി നിന്റെ പിടിപ്പുകേട്. ഓക്കെ. പട്ടി നിന്റെ വാപ്പയുടെ പുരയിടം തട്ടിക്കൊണ്ട് പോയെങ്കിൽ അയാളുടെ പിടിപ്പുകേട്, അയാൾ അതിന് വെടിവെച്ച് ചത്തെങ്കിൽ അയാളുടെ മണ്ടത്തരം. അപ്പൊ അടുത്താരാ? ലാസ്റ്റ് നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഈ മൈത്രി ഇനി ഇവിടെ വേണ്ട എനിക്ക്, അത് അങ്ങോട്ട് പിടിക്കുന്നില്ല. പോലീസ് സ്റ്റേഷൻ അത് മതി എനിക്ക്. അത് വേണ്ട എനിക്കുന്നില്ല, എനിക്കത് പിടിക്കുന്നില്ല. എനിക്കത് പിടിക്കുന്നില്ലെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ അത് മതി. ഓക്കെ, തട്ടിമുട്ടി അത് പറഞ്ഞു. അടുത്ത നമ്മുടെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ വായിച്ചത് സ്വന്തം അജയ് തന്നെ പറഞ്ഞു. നോവലായിരിക്കും. ഞാൻ കൂട്ടം തെറ്റിയ നായിക്ക് തീട്ടം പോലെ ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. കൂട്ടം തെറ്റിയ നായിക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയായി? നമ്മുടെ മമ്മൂക്കയുടെ ഡയലോഗാ. മമ്മൂക്കയുടെ ഡയലോഗ്. പറ 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 പറ. കുഴപ്പമുണ്ട് നിന്റെ ഇതെടുത്ത് അടിച്ചിരും കേട്ടാ. പറ 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 പറ. ഓക്കെ, കാണാതെ പറയണത് കണ്ടോണ്ട് പറഞ്ഞു. കുഴപ്പമില്ല. കൂട്ടം തെറ്റിയ നായിക്ക് കൂട്ടം തെറ്റിയ നായിക്ക് തീട്ടം പോലും കൂട്ടില് കിട്ടൂല. കിട്ടൂല. പണ്ടെന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയായി? ഇത് മമ്മൂട്ടിയുടെ ഡയലോഗ് എനിക്ക് കിട്ടല്ലേ. ചെറുതായിട്ട് ഇത് വലുതിന് വലിയ പേപ്പറും ചെറുതിന് ചെറിയ പേപ്പറുമാണ്. ഓക്കെ, ഒരൊറ്റാളുടെ ഡിറ്റർമിനേഷൻ മതി. വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരൊറ്റാളുടെ ഡിറ്റർമിനേഷൻ മതി കൊന്നു വീഴ്ത്തൻ ഏത് അധോലോക നായകന്. ഒരൊറ്റാളുടെ ഡിറ്റർമിനേഷൻ മതി കൊന്നു വീഴ്ത്തൻ ഏത് അധോലോക നായകന്. നീ സൂക്ഷിച്ചോ. കൊള്ളാമില്ലേ? മമ്മൂട്ടിയുടെ ഡയലോഗ് കിട്ടല്ലേ. ചെറുതാണോ? അപ്പം മമ്മൂട്ടിയുടെ വേന ഇതോ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാഞ്ഞിരി തീരം നമ്മുടെ വല്ലാത്ത ആഹ്ലാദരിതനാക്കുന്നു. ദിലീപിന്റെ സിനിമയുടെ ഡയലോഗ്. അടുത്ത മമ്മൂട്ടിയുടെ സിനിമ കുലുക്കുന്നതിന് ഓർമ്മല്ലേ ഉള്ളു. അങ്ങോട്ടൂടെ മമ്മൂട്ടിയുടെ ഡയലോഗ് അല്ല, ചെറുതാണല്ലേ. നമ്മുടെ റോക്കി ബായുടെ ഡയലോഗ്. സാധാരണയായി യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്, തുടങ്ങിയാൽ പിന്നെ ജയിച്ചേ അടങ്ങും. അത് സിമ്പിളാണ്. എത്ര സിമ്പിളാണ്. സാധാരണ ഞാൻ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്, തുടങ്ങിയാൽ പിന്നെ ജയിച്ചേ
അടങ്ങും. ആ എന്താ കുഴപ്പം? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ അവസാനിച്ചു. അല്ല പിന്നെ മാപ്പൊന്നും പറയണ്ട പൊക്കോ. ചെവിയും കട്ടൂടെ കണ്ണും കണ്ടൂടാ ഇത് യാതൊരു ജില്ല